ഹലോ ഗൈസ്, ഞാൻ കളിക്കാൻ പോകുന്ന ഗെയിമാണ് ആർക്ക് സർവൈവൽ. അപ്പം ഞാൻ കഴിഞ്ഞ കാണാൻ വലിയൊരു ആവേശത്തിൽ ഞാൻ ഈ സ്ഥലത്തിൻ്റെ പേരും മറന്നു. റെഡ് ബൂട്ടിൽ പോകണമെന്നും പറഞ്ഞു വന്നേ. അന്നേരം ടൈറ്റാന ബോയ്ക്ക് വിഷമുണ്ട്. ശരിക്കുള്ള ടൈറ്റാന ബോയ്ക്ക് വിഷമൊന്നുമില്ല, പക്ഷെ ഇതിൻ്റെ അകത്തുള്ളതിനുണ്ട്. നല്ല കാര്യം, കുറേ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരെണ്ണം തന്നെ കടിച്ചപ്പോഴാണെങ്കിൽ ഞാൻ ഡീഹൈഡ്രേറ്റഡായി പണിയായിട്ടിരിക്കുകയാണ് ഗൈസ്. റെഡ് ബുട്ട്സ് ഉണ്ട്, കാണുന്നതാണ് റെഡ് ബുട്ട്സ്. പക്ഷെ റെഡ് ബുട്ട് എങ്ങനെ പോകുമെന്ന് ആലോചിച്ചിട്ടാണ് ഗൈസ് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തത്. ഈ കാര്യമേ ഇനി എനിക്ക് പറ്റും. എനിക്ക് തോന്നുന്നു ഇനി ഒരു കാര്യം മാത്രമേ പറ്റത്തുള്ളൂ. റെഡ് ബൂട്ട് ഇപ്പോൾ പോകണ്ട, പിന്നെ എങ്ങാനും പോവാം. നിങ്ങളടുത്ത് പ്രോമിസും ചെയ്ത് ഗൈസ്. അതുകൊണ്ട് സോറി ഗൈസ്, പറ്റാത്തൊന്നും മാക്സിമം ട്രൈ ചെയ്ത്, ബട്ട് പോകാൻ പറ്റിയില്ല ഗൈസ്. ഡേഞ്ചർ ഉണ്ടല്ലോ. ഒന്നുമില്ല, ഇവിടെ ഒരു ഒച്ചുണ്ട്, ആ ഒച്ചിനെ കൊല്ലാൻ നല്ലതാണ് ഗൈസ്. നമുക്കൊരു ആംഗ്ലർ കിട്ടും. പക്ഷെ അതിൻ്റെ അടുത്ത് വേറെ ഇല്ല സാധനം നിൽക്കുന്നുണ്ട്, അതാണ് പണി. ദൈവമേ, ടൈറ്റാനോ! ഞാൻ വിചാരിച്ചു മറ്റേ പറക്കുന്ന ജന്തുവാണ്. ടൈറ്റാനോ കണ്ടോ? ടൈറ്റാനെ കണ്ടത് ടൈറ്റാൻ. ഓടിയില്ലെങ്കിൽ അതെന്നെ പിടിക്കും. ഇങ്ങോട്ടാന്ന് വെച്ചാൽ ഓടിക്കോണം. ഇതെങ്ങനെ ചേച്ചി ചെയ്യുകയാണ്. അത് പോയില്ല ഗൈസ്, അതിനെ വിടുന്നില്ല. ഞാൻ എങ്ങോട്ടൊക്കെ എന്നെ ഇട്ട് ഓടിക്കുക. ഇത് എങ്ങോട്ട് പോകും ഗൈസ്? നിങ്ങൾ തന്നെ പറ. വെറുതെ വേറെ ഒരുത്തനെ പോയി തോണ്ടാൻ പോയി, എട്ടിനെ പണിയും മേടിച്ച്. ടൈറ്റാനെ പോ. അപ്പോൾ ഒന്നുകൂടെ റിസ്ക് എടുക്കാം. ഇവിടെ നോക്കിയിട്ട് ഡീഹൈഡ്രേറ്റ് ആവുന്നുണ്ട്. അതിനിടയ്ക്ക് എൻ്റെ ബേസ് നോക്കി ഓടുവാണ്. എൻ്റെ ബേസ് ഞാൻ അറിയാതെ എങ്ങോട്ടൊക്കെയോ പെട്ടുപോയി. സ്റ്റാമിന പണിയും കിട്ടി, 8ൻ്റെ പണിയും കിട്ടി. സ്റ്റാമിന കയറുന്നുമില്ല, ദാഹിക്കുന്നേയും ചെയ്യുന്നു. ചെകുത്താൻ കടലിൻ്റെ നടക്കാൻ എൻ്റെ പൊന്നോ, ഇതിൻ്റെയും കൂടെ കുറവേ ഉള്ളൂ. പെട്ടെന്ന് പോകണം, ഇതെത്തുമെന്ന് പോലും അറിയത്തില്ല. സ്റ്റാമിന കയറുന്നില്ല ഗൈസ്. നടന്നു പോവാം, അപ്പം ശകലമായിട്ട് സ്റ്റാമിന കയറും. അയ്യോ ഗൈസ്, പണി കിട്ടി. മറ്റേ സാധനം കയറിയിരുന്നുണ്ട്. ഫുഡിൻ്റെ പ്രശ്നം കൂടെ വന്നാൽ പണി. ഓക്കെ, ഇനി പെട്ടെന്നൊന്ന് പോവാം ഗൈസ്.
എത്താറായി ഓൾമോസ്റ്റ് എത്തി കുറച്ചുകൂടെ പോട്ടെ പണിന്ന് പറയുമ്പോൾ ഇതെനിക്ക് വേണം കിട്ടാൻ ഗൈസ്. നല്ലൊരു പണിയാണ് കിട്ടിയത്. ഹെൽത്ത് ഇറങ്ങി പോന്നു ഗൈസ്. അവിടെ എത്തപ്പോൾ എൻ്റെ എല്ലൊടിയും. തീർന്നു. ടാറ്റാ. നമുക്ക് റെഡ് വുഡിൻ്റെ ഐഡിയ ഒന്ന് വിടാം ഗൈസ്. റെഡ് വുഡിൽ പോയിട്ടൊരു കാര്യമില്ല. ഇവിടെ കുറച്ച് അമ്പ് മില്ല് ഉണ്ടാക്കി ഡൈനോസറിനെ കൊല്ലാൻ നോക്കട്ടെ ഗൈസ്. അമ്പ് മില്ല് ഉണ്ടാക്കാം ഗൈസ്. സെറ്റായിട്ടുണ്ട്. എനിക്ക് അമ്പ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ അങ്ങനെ അമ്പ് പൊട്ടിപ്പോവാണെങ്കിൽ മീൻസ് ഏകദേശം 50 തവണ പിടിക്കുമ്പോൾ ഇത് പൊട്ടും. എന്നിട്ട് തിരിച്ച് ഒന്നുകൂടെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള 2 സാധനങ്ങളുണ്ട്. ഇനി നമുക്ക് ഹണ്ടിങ്ങിനാണ് ഗൈസ് പോകുന്നത്. ഗൈസ് ഇനിയാണ് കളി. ഇനിയാണ് ദി റിയൽ ഗെയിം സ്റ്റാർട്ടിങ്. അവനെ ഉദ്ദേശിച്ച് പറയല്ല. ഇനി ആർക്കില്ലൊരു ബോസ് ഉണ്ടെങ്കിൽ അത് ഞാനായിരിക്കും. ഇതൊന്നും കയറത്തില്ലായിരിക്കും. ഇത് ലെവൽ എത്ര ഉണ്ട് വന്നിട്ട് നോക്കാം. കൊണ്ടില്ല. കൊള്ളണേ കൊണ്ട്. പിന്നെ മണ്ടയ്ക്ക് ആ പൊട്ടാൻ കയറി വന്ന് ഗൈസ്. ഇതിനൊക്കെ എന്തിനാ ദൈവം ഭൂമിയൊക്കെ കൊടുക്കുന്നത്? ഓക്കെ, ഇനി അവനെ വധിക്കാം. ലെവല് ഏതൊന്നും എനിക്കറിയില്ല. ലോ ലെവലായിരിക്കാം. എന്നെ അറ്റാക്ക് ചെയ്യാൻ അവൻ വരേണ്ടത്. അതിനല്ല എന്നെ അറ്റാക്ക് ചെയ്യേണ്ട പൊട്ട. ആ പൊട്ടന് എന്തോ പ്രശ്നം പറ്റി. ചുമ്മാ പാവത്തിന് അറ്റാക്ക് ചെയ്യാൻ പോയി. ഇത് നല്ല പാടാണ്. കൊണ്ട് ചത്ത് അങ്ങനെ ഒരുത്തിനെ കൊന്നപ്പോൾ അവൻ്റെ അടുത്ത വേറൊരുത്തൻ ചോദിക്കാൻ വന്നു കൊന്നേന്. അപ്പം എനിക്ക് ഞാൻ പേടിച്ചു പോയി. ജെംസ് കെയർ കണക്ക് ആ പൊട്ടം വന്നത്. എന്താടാ ആണാണീ വാടാ. ആണാണെങ്കിൽ വാടാ. ഇപ്പം ഫീമെയിൽ ആയിരിക്കും ഗൈസ്. അതാ വരാതെ. എന്ത് വില വരി. പെണ്ണാണെങ്കിൽ വാ വാടാ. കൂട്ടുകാരനൊക്കെ പ്രതികാരം എടുക്കാൻ വന്നതാണെന്ന് പറഞ്ഞിട്ട് പ്രതികാരം എടുക്കാൻ വന്നിട്ട് ആളെ കാണുന്നില്ല. അവൻ പോയി. കൂട്ടുകാരൊക്കെ പറയുമ്പോൾ എങ്ങനെ വേണം. ഓക്കെ, ഇങ്ങനെ നട്ടിക്കാം.
ചത്ത് ഗൈസ്, ചത്ത് ചത്ത് ചത്ത്. പെട്ടെന്ന് അത്യാവശ്യം പെട്ടെന്ന് ചത്ത് ആള്. പക്ഷെ പെട്ടെന്ന് ചത്തുപോയി. ഇനി അടുത്തത് ട്രൈക്കാണെങ്കിൽ ട്രൈക്ക് വേണ്ട, റിസ്ക്കാണ്. 35 750 ഹെൽത്ത്. ലെവലപ്പിനാണ് പരിപാടി ചെയ്യുന്നത്, എന്നാലും റിസ്ക്കാ. ട്രൈക്കൊക്കെ ആണെങ്കിൽ കുത്തിയിടും മോനെ, കുത്തിയിടാൻ. എന്നിട്ട് പിന്നെ പറഞ്ഞിട്ട് ഇന്നില്ല. ഈ വഴി കയറി വരൂ. ഓക്കെ, സീനില്ല. ഓക്കെ, അങ്ങനെ ഫൈനലി നമ്മൾ ട്രൈക്കിനെ കൊല്ലാൻ പോവാണ്. പറ്റുമെന്നറിയില്ല. കണ്ടോ, കൊണ്ടിട്ടില്ല, കൈ വരയ്ക്കുന്നുണ്ട്. മട്ട വെക്കുന്നുണ്ട്, കൊണ്ടില്ല. പേടിച്ചോടുന്നല്ലോ ട്രൈക്ക്. സ്ട്രൈക്ക് ആളെ വിളിക്കാൻ പോയതാണോ? അല്ല, ചാർജ് ചെയ്യാൻ വന്നേ. ചാർജ് ചെയ്ത് ഇനി എങ്ങാണം മീൻസ് ബാക്കിലോട്ടിരിക്കാം. അതെന്തായാലും കൊണ്ടപ്പണിയാ. കൊള്ളാത്ത എന്താ പഠിക്കുന്നതെന്നും. ചാർജ് ചെയ്ത് കൊള്ളലും. അവിടെ ഗ്ലിച്ചായാൽ മതിയായിരുന്നു. വെടിവെച്ച് ചാവുന്നില്ല. എത്ര വെടി വെച്ചെന്ന് പോലും എനിക്ക് പോലും കണക്കില്ല. ട്രൈക്കാണ്. ചത്ത്. ഫൈനലി. ഇത് എത്ര നാളത്തെ ആഗ്രഹമായിരുന്നറിയോ ഗൈസ്, ഈ ട്രൈക്കിനെ എങ്ങനെ മുട്ടുകുത്തിക്കണമെന്ന്. ആഗ്രഹം സഫലമായി. പക്ഷേ മറ്റവൻ റിവെഞ്ച് എടുന്നും പറഞ്ഞ് വന്ന പണിയാ. പോയി അമ്പ് കിട്ടി. നമുക്കെന്തായാലും മറ്റവനെയും കൂടെ ഒന്ന് കില്ല് ചെയ്തിട്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. മറ്റവൻ തിളയ്ക്കുന്നുണ്ട്, അവൻ്റെ കൂട്ടുകാരനത് മീൻസ് ദേഷ്യം. അവനും ആ ദേഷ്യം നമുക്ക് തീർത്ത് കൊടുക്കാം. പ്രിപ്പയർ കുഴപ്പമില്ല, അത്യാവശ്യം ഉണ്ട്, ഇനിയുണ്ട്. കൊള്ളുന്നുണ്ടോ? ബോട്ടല്ലേ. അവനും ചാർജ് ചെയ്യാൻ പോയിട്ടുണ്ട്. ഈ സൈഡിലോട്ട് അവന്മാർക്ക് അങ്ങനെ അവന്മാർക്ക് ഈ സൈഡിൽ നിന്ന് കയറാൻ പറ്റുമോ? ഇങ്ങോട്ടേക്ക് ഇവിടെ ആണെങ്കിൽ അവൻ വന്ന് ഗ്ലിച്ചാവും. ബാക്കിലോട്ടേക്കാം. എന്തോ മിന്നലോ, മണ്ടയ്ക്ക് കയറി വരണമായിരുന്ന തീർന്നേനെ. ഓക്കെ, ഇതിൽ ചാവുമോ? ഇത് ലാസ്റ്റാണ്, ഇതിൽ ചാവുമോ? ചത്ത്. ഫൈനലി ട്രൈസെറാടോപ്സിനെ ഹണ്ട് ചെയ്ത് ഗൈസ്. ഇതിൽ ഗുണം എന്താണെന്ന് വെച്ചാൽ HP പോയിൻറ്റ്സ് കിട്ടി അത്യാവശ്യം ട്രൈക്കിനെ ഹണ്ട് ചെയ്തപ്പോൾ. ഇവിടെ എല്ലാം പോയൊക്കെ വന്ന് തിളച്ച് ഫൈനലി അങ്ങനെ 2 ട്രൈക്കിനെയും കൊന്നു. ആദ്യം കൊണ്ടൊരു കുറച്ച് ലെവലുള്ളായിരുന്നു.
മീറ്റും ഹൈഡൊക്കെ ആവശ്യം വരും. കെരാറ്റിൻ കിട്ടാൻ ചാൻസ് ഉണ്ട് ഹെഡിൽ ഇവിടെ മാന്തപ്പം. അത് പിന്നെ ഹൈ ലെവൽ ഈ ഡ്രൈക്ക്. മീറ്റാണ് ഏറ്റവും കൂടുതൽ കിട്ടിയത്. പിന്നെ HP 597 ആയിട്ടുണ്ട് ഗൈസ്. അപ്പം ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. അപ്പം അടുത്ത വീഡിയോ ഉടനെ ആയിരിക്കും അപ്ലോഡ് ചെയ്യാം. മിക്കവാറും ഇന്ന് സാറ്റർഡേ ആണല്ലോ ഗൈസ്. മിക്കവാറും ഞാൻ സൺഡേ ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സൺഡേ നമുക്ക് അടുത്ത എന്ത് വെറൈറ്റി ഒരു ജീവിനെ കൊല്ലണം. ഇവനെയും കൂടെ ഹണ്ട് ചെയ്തേക്കാം. ഒരു വഴിക്ക് പോകുന്നതല്ലേ. ഇതിൽ ചാവണം. ചത്തില്ലേ ഇത് കാര്യം ഇത് വെച്ചടിക്കാം. അപ്പം എന്തായാലും ബോ വേസ്റ്റ് ആക്കണ്ട. അമ്പൊന്നും വേസ്റ്റ്. ഓക്കെ, ഫുഡ് അടുത്ത വീഡിയോയിൽ വല്ലതും പിന്നെ തിന്നാൻ ഗൈസ്. അവിടെയാണ് ഡെഡ് ആയത് കഴിഞ്ഞാണ്. ഈ സാർക്കോ എല്ലാം ഉണ്ട് ഇവിടെ. ഉണ്ടെങ്കിൽ അടുത്ത വീഡിയോ അതിനെ കൊല്ലായിരുന്നു. സാർക്കോ സ്പോൺ ആയിട്ടില്ല. ഇപ്പം ഞാൻ ഏതെങ്കിലും ഡിനോനെ നോക്കി വയ്ക്കാം ഗൈസ്. ടൈന ല്യൂർ ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊല്ലാം. ഇതേതാ 105? അയ്യോ വേണ്ട, അതിൻ്റെ ഹെൽത്ത് നോക്ക്. ഇവനോ നോക്കേ വേണ്ട. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് നോക്കാം. ഇവ മതി ഗൈസ്. ഞാൻ റിപ്പയർ ചെയ്യാൻ വേണ്ടി 2 സെറ്റും പിന്നെ ഒരു 150 ആരോസും എടുത്തുകൊണ്ട് വരാം. നമുക്ക് ഈ 150 ലെവലുള്ള ഇവനെ കൊന്ന ലെവലപ്പാ. അപ്പോൾ ഗൈസ് ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ ഗൈസ്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ.